വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. നോക്കൂ, പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെയുള്ള കഥ വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുഞ്ഞു വിത്തിന്റെ സ്വപ്നം. കുഞ്ഞു വിത്ത് മണ്ണിൽ വീണു. അത് ഒരു വലിയ മരമാകണമെന്ന് അത് സ്വപ്നം കണ്ടു. ഞാൻ വളർന്ന് എല്ലാവർക്കും തണൽ നൽകാം, ഒപ്പം പഴങ്ങളും. വിത്ത് മനസ്സിൽ പറഞ്ഞു. മഴ പെയ്തു, മണ്ണ് നനഞ്ഞു. ആ നനവിൽ വിത്ത് മുളച്ചു. ചെടിയായി കാലം കടന്നുപോയി. ചെടി വളർന്ന് വലിയൊരു മാവായി മാറി. അതിൽ നിറയെ പൂക്കളും പഴങ്ങളും ഉണ്ടായി. മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ ശലഭങ്ങളും പക്ഷികളും എത്തിത്തുടങ്ങി. ശാഖകളിൽ കിളികളും മരപ്പൊത്തിൽ മൂങ്ങയും കൂടുകൂട്ടി. കുട്ടികൾ മരത്തണലിൽ കളിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങൾക്കും മരം പ്രിയപ്പെട്ടതായി മാറി. ഒരു ദിവസം കാറ്റ് വന്ന് മാവിനോട് ചോദിച്ചു, നിനക്ക് മറ്റുള്ളവരെ എത്രമാത്രം സ്നേഹിക്കാൻ എങ്ങനെ കഴിയുന്നു? പുഞ്ചിരിച്ചുകൊണ്ട് മാവ് പറഞ്ഞു, ഞാൻ ചെറിയ വിത്തായിരുന്നപ്പോൾ മഴയും വെയിലും മണ്ണും എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നത്. ഇത് കേട്ട കാറ്റിന് സന്തോഷമായി. വിത്ത് വിതച്ചാൽ വിളവ് കൊയ്യാം എന്നാണല്ലോ ചൊല്ല്. കാറ്റ് എല്ലായിടത്തും ഈ സന്ദേശം എത്തിച്ചു. അപ്പൊ മാവിന്റെ ഒരു സ്വപ്നത്തെ കുറിച്ചും മാവ് പിന്നെ അതിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് അല്ലെ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞു വിത്തിന്റെ സ്വപ്നം എന്തായിരുന്നു? എന്തായിരുന്നു കുഞ്ഞു വിത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത്? വലിയ മരമാകണം. എന്തായിരുന്നു കുഞ്ഞു വിത്തിന്റെ സ്വപ്നം? വലിയ മരമാകണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ കാറ്റ് എല്ലായിടത്തും എത്തിച്ച സന്ദേശം എന്തായിരുന്നു? എല്ലാവരെയും സ്നേഹിക്കണം. ഓപ്ഷൻ സി ആണ് ഉത്തരം എഴുതേണ്ടത്. പക്ഷികളും ശലഭങ്ങളും എത്തിത്തുടങ്ങിയത് എപ്പോഴാണ്? മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ. ഡി, ശാഖ എന്നർത്ഥം വരുന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ് ശാഖ? മരക്കൊമ്പ്. ഡി ആണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻ വിത്ത് വിതച്ചാൽ വിളവ് കൊയ്യാം എന്ന പഴഞ്ചൊല്ലിന്റെ ഏറ്റവും അനുയോജ്യമായ ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും. ബി ആണ് ഉത്തരം. ഇനി പ്രവർത്തനം 2 നോക്കാം. വരികൾ ചേർക്കാം. ഉണ്ണിക്കുട്ടൻ ഒരു പലഹാര കൊതിയനാണ്. അമ്മയുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അവൻ ഏറെ ഇഷ്ടം. പലഹാരങ്ങൾ കാണുമ്പോൾ അവൻ അറിയാതെ മൂളിപ്പാട്ട് പാടും. ഉണ്ണിക്കുട്ടന്റെ പലഹാരപ്പാട്ട് പൂർത്തിയാകൂ. പാട്ട് 6 വരിയിൽ കുറയരുത്. അമ്മ നിറച്ചൊരു പാത്രത്തിൽ പലഹാരങ്ങൾ എന്തെല്ലാം. ഉണ്ണിക്കുട്ടൻ മൂടി തുറന്നു. അമ്മ വരുന്നത് കാണാതെ. വട്ടം വട്ടം വട്ടേപ്പം, കുഴലുകൾ പോലെ കുഴലപ്പം. പിന്നെയും എഴുതാൻ നിൽക്ക്. അമ്മ നിറച്ചൊരു പാത്രത്തിൽ പലഹാരങ്ങൾ എന്തെല്ലാം. ഉണ്ണിക്കുട്ടൻ മൂടി തുറന്നു. അമ്മ വരുന്നത് കാണാതെ. പിന്നെ എന്താണ്? വട്ടം വട്ടം അല്ല, വേറെ എന്തെങ്കിലും എഴുതാം. എന്താണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും പലഹാരത്തിന്റെ പേര് എഴുതുക. ഓക്കെ, പലഹാരത്തിന്റെ പേര് എഴുതിയിട്ട് അതുപോലെ എഴുതുക. അതിന്റെ ഇത് പറഞ്ഞിട്ട് അത് എഴുതുക. നെയ്യപ്പം ഒക്കെ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതിയാൽ മതി. പ്രവർത്തനം 3, അറിയാം എഴുതാം. കാടിനടുത്ത ഗ്രാമത്തിൽ ഉത്സവമാണ്. മിട്ടുകുരങ്ങനും കൂട്ടുകാരും ഗ്രാമോത്സവം കാണാനായി അവിടെ എത്തി. അവർ കണ്ട 2 കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്താൻ വിട്ടുപോയ കലാരൂപത്തിന്റെ പേര് എഴുതുക. 1 കഥകളിയാണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഏതാണ്? പടയണി. രണ്ടാമത്തെ കലാരൂപം ഏതാണ്? പടയണിയാണ്. ഇനി ഗ്രാമോത്സവത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ സവിശേഷതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അനുയോജ്യമായവ കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങൾ പൂർത്തിയാക്കുക. കലാരൂപം, സവിശേഷത. കലാരൂപം, സവിശേഷതയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് പൂർത്തിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഇതൊരു കലാരൂപം. ആദ്യം നമുക്ക് കഥകളി എടുക്കാം. കഥകളിയുടെ പ്രത്യേകത എന്താണ്? പുരുഷ വേഷവും സ്ത്രീ വേഷവും ഉണ്ട്. പുരുഷ വേഷങ്ങളും സ്ത്രീ വേഷങ്ങളും ഉണ്ട്. ഇതെന്താണ്? കഥകളി അല്ലേ. അടുത്തത് എന്താണ്? ചെങ്കിലയും ഇലത്താളവും ഉപയോഗിക്കുന്നു. ഇതിലും ഏതാണ്? കഥകളി. അപ്പൊ ഇത് രണ്ടുമാണ് കഥകളിയുടെ. അപ്പൊ തപ്പാണ് പ്രധാന വാദ്യം. അതേതാണ്? തപ്പാണ് പ്രധാന വാദ്യം എന്നുള്ളത് ഏതാണ്? പടയണി. ഇതൊരു കാർഷിക ഉത്സവമാണ്. അതും എന്ത് തന്നെയാണ്? പടയണി. അപ്പോ കഥകളിയുടെ കോളത്തില് കഥകളിയുടെ സവിശേഷതകൾ എഴുതുക. പടയണിയുടെ സവിശേഷതകൾ എഴുതുക. ഇനി പ്രവർത്തനം 4 നോക്കാം. പ്രവർത്തനം 4 പോസ്റ്റർ നിർമ്മാണമാണ്. ആഹാരവും ആരോഗ്യവും എന്ന സെമിനാറിന്റെ ഭാഗമായി
വയൽക്കര സ്കൂളിലെ ആരോഗ്യ ക്ലബ് അംഗങ്ങൾ ഒരു പലഹാരമേള നടത്താൻ തീരുമാനിച്ചു. വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന പലഹാരമേളയുടെ പ്രചരണത്തിനായി കുട്ടികൾ ആകർഷകമായ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഈ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഒരു കോളൊക്കെ വരച്ചിട്ട് എന്താണ് ആഹാരവും ആരോഗ്യവും അതിന്റെ പേര് എഴുതാം അല്ലെ. എവിടെ വെച്ചാണ് നടക്കുന്നത്? വയൽക്കര സ്കൂൾ. എന്താ പലഹാരമേള. പലഹാരമേള എന്നാണ് ഹെഡിങ് വേണ്ടി കേട്ടോ. പലഹാരമേള എന്താണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? വയൽക്കര സ്കൂളിലാണ് നടത്തുന്നത്. എല്ലാവരെയും എന്താണ് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ നല്ല ഭംഗിയായിട്ട് പലഹാരങ്ങളൊക്കെ വരച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ പലഹാരങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? പ്രവർത്തനം 4 ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സംഭാഷണം എഴുതാം. വിരുന്നു പോയ മഞ്ഞക്കിളി പഞ്ചവൻ കാട്ടിൽ മടങ്ങിയെത്തി. കാട്ടിൽ എല്ലാവരും തിരക്കിലാണ്. എന്താണ് സംഭവം എന്നറിയാൻ മഞ്ഞക്കിളി തന്റെ സുഹൃത്തായ ചിന്നൻ അണ്ണാനെ വിളിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? സംഭാഷണ രൂപത്തിൽ എഴുതിക്കൊള്ളുക. അപ്പൊ വിരുന്നു പോയ മഞ്ഞക്കിളി ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ മഞ്ഞക്കിളി എന്താണ് കാട്ടിലെല്ലാവരും എന്താണ് ഇത്ര തിരക്ക് എന്ന് ചോദിക്കും. അപ്പൊ ചിന്നൻ പറയാണ് എന്താണ് തിരക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പം എന്താണ് ചിന്നൻ എന്ത് പറയും? ചിന്നനാണ് അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ സംഭാഷണം പൂർത്തിയാക്കുക. പ്രവർത്തനം 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി എഴുതാനാണ്. കാനനോത്സവം എന്ന പാഠഭാഗത്തിലെ കുഞ്ഞരിപ്രാവിനെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? കാട്ടിലെ ആകാശങ്ങളെല്ലാം കഴിഞ്ഞ് കുഞ്ഞരിപ്രാവ് സ്വന്തം കൂട്ടിൽ മടങ്ങിയെത്തി. അവളുടെ മനസ്സിലേക്ക് അന്നത്തെ ഓരോ സംഭവങ്ങളും കടന്നു വന്നു. കുയിലിന്റെ പാട്ടുകച്ചേരിയും സൂചിക്കൊമ്പന്റെ ഫാഷൻ ഷോയും എന്ത് രസമായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ കുഞ്ഞരിപ്രാവ് ഡയറി എഴുതാൻ തുടങ്ങി. കാനനോത്സവത്തിലെ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും അന്നേ ദിവസത്തെ ഡയറി തയ്യാറാക്കുക. അത് നിങ്ങളുടെ ഡയറിയാണ് തയ്യാറാക്കേണ്ടത്. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസവും ഒക്കെ എഴുതണം മക്കളെ. ഡേറ്റും ദിവസവും ഒക്കെ എഴുതിയിട്ട് എന്താണ് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇത് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. എന്താണ് ഇന്ന് കാട്ടില് കാനനോത്സവം സംഘടിപ്പിച്ചു. കാട്ടിലെ ആഘോഷം നല്ല ആഘോഷമായിരുന്നു. കുയിലിന്റെ പാട്ടുകച്ചേരിയും സൂചിക്കൊമ്പന്റെ ഫാഷൻ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ആ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ ഡയറി കാനനോത്സവ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും അന്നത്തെ ദിവസത്തെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അനുഭവ വിവരണമാണ്. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ വർഷവും പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടന്നു കഴിഞ്ഞല്ലോ. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ വരവും സ്കൂളിലെ അന്നത്തെ ആഘോഷങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നിങ്ങളുടെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ വരവും പ്രവേശനോത്സവത്തെ ദിവസത്തെ ആഘോഷങ്ങളും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.